Okay, so all of you, welcome to Home Science UGC Net Coaching by Home Scientist. So this is our first informal session. So we'll have a session to introduce ourselves and also to get to know each other. Okay, so I'll just check the controls for a minute. Okay. So here we are a team. Okay. ഇപ്പൊ നമ്മളൊരു ടീം ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ഹോം സയൻസ് UGC നെറ്റ് JRF ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ടീമാണ്. സോ വി ആർ എ സ്മോൾ ടീം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇസ് പോസിബിൾ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു ഗ്രൂപ്പ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത്രയും പേരെയാണ്. It would be really good if each of you can introduce yourself and get to know each other. So Anu ഇവിടെ ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അനുവിന് ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അനുവിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ അനു ഒരു BSc നഴ്സിംഗ് ആയിരുന്നു അനുവിന്റെ ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞിട്ട് അനു ഫുഡ് സർവീസ് മാനേജ്മെന്റ്, ഡയറ്ററ്റിക്സ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് CMS കോളേജിൽ കയറി. അപ്പം അതിലൂടെയാണ് ഹോം സയൻസ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് അനു വരുന്നത്. അപ്പം അനുവിന് ടീച്ചിങ് വളരെ ഇഷ്ടമാണ്. അനു കുറച്ച് നാൾ CMS കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹോം സയൻസ് ഹോം സയൻസ് എന്ന സബ്ജക്ട് അധികം പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അനു വാസ് നോട്ട് ഏബിൾ ടു ക്രാക്ക് ദ നെറ്റ്. സോ അതുകൊണ്ടാണ് അനു ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് അബൌട്ട് അനു. ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് സ്വയം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ എത്തി, എന്താണ് നിങ്ങളുടെ എയിം എന്നൊക്കെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ആരാണ് ആദ്യം പറയുന്നത്? സോ നിങ്ങളുടെയൊക്കെ പേര്, നിങ്ങളുടെ പിക്ചേഴ്സ്, ഫോട്ടോസ് ഒന്നും എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ സ്റ്റാർ ഒക്കെ ആയിട്ട് നിങ്ങളുടെ പിക്ചേഴ്സ് വെച്ചിരിക്കുന്നത്. സോ ഒന്ന് ഹലോ, ഓഡിബിൾ ആണോ? അതെ, ഓഡിബിൾ ആണ്. പറഞ്ഞു. ഞാൻ മ്യൂട്ട് ചെയ്തതാ. ഡിസ്റ്റർബൻസ് അധികം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ മ്യൂട്ട് ചെയ്തതാ. എനിക്ക് കേൾക്കാം. ഓക്കെ. എന്റെ പേര് ഷക്കീല. ഞാൻ ഫറൂഖ്, കാലിക്കറ്റ്. എന്റെ പേര് ഷക്കീല, കാലിക്കറ്റ് ഫറൂഖ് എന്നാണ് വരുന്നത്. ഫറൂഖ്. ഓക്കെ. ഞാനിപ്പോ PG MSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പാസ്റ്റ് ഇയറിലാണ് ഇപ്പൊ ജസ്റ്റ് പാസ്സായത്, കഴിഞ്ഞത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് 2009 2009 ബാച്ചിലായിരുന്നു. ഡിഗ്രി ഹോം സയൻസ്, യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരി. പിന്നെ 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് PGക്ക് ജോയിൻ ചെയ്തത്. ഡയറ്ററ്റിക്സ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റിലാണ് PGക്ക് ജോയിൻ ചെയ്തത്. ഒരു നല്ല ഡയറ്റീഷ്യൻ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും ഈ ഡയറ്റീഷ്യൻ ഫീൽഡിലേക്കായിരുന്നു എനിക്ക് ടീച്ചിങ് ഫീൽഡിനേക്കാളും താല്പര്യം. പക്ഷെ നമുക്ക് നെറ്റ് അതുപോലെ തന്നെ JRF നേടിയാലേ നമുക്ക് PhD PhD ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നെറ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നെറ്റ് സെലക്ട് ചെയ്തത്. ആ രീതിയിൽ JRFും അതുപോലെ നെറ്റും നമുക്ക് PhDക്ക് ചിലപ്പോൾ നെറ്റ് നിർബന്ധമായി പിന്നീട് വന്നേക്കാം, അല്ലെങ്കിൽ ഈസി ആയിരിക്കും PhD ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിന് ജോയിൻ ചെയ്തത്. ഓക്കെ. അപ്പം ഞാനൊരു ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ. ഹോം സയൻസ് ഡിഗ്രിയിൽ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. ഓക്കെ. നെക്സ്റ്റ് പേഴ്സൺ. ഹലോ, എൻ്റെ പേര് ദിൽഫ. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. നല്ല ക്ലിയർ ആണ്. ഞാന് 2019 ഡിഗ്രി കഴിഞ്ഞത്. ഹോം സയൻസ് തന്നെയായിരുന്നു, യൂണിറ്റി വുമൻ കോളേജിൽ മഞ്ചേരി. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ PGക്ക് ജോയിൻ ചെയ്തു. MSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് പാസ് ഔട്ട് ആയത്. പിന്നെ എനിക്ക് ഡയറ്റീഷ്യൻ ഫീൽഡിനെക്കാളും താല്പര്യം ടീച്ചിങ് ഫീൽഡാണ്. അതുകൊണ്ടാണ് ഞാൻ നെറ്റ് JRF എന്നുള്ള ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്തത്.
പറഞ്ഞോ. കേക്കാവോ? ദിൽഫ 2021 പാസ് ഔട്ട് ആണോ? അതെ 21 പാസ് ഔട്ട് ആണ്. ഓക്കെ, അപ്പൊ ഹോം സയൻസ് സബ്ജക്ട് ഡിഗ്രിയിൽ ഉണ്ടായിരുന്നു, PG ന്യൂട്രീഷൻ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ JRF നോക്കുന്നുണ്ടോ? JRF അതെ. JRF അതെ. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ നെക്സ്റ്റ് പറഞ്ഞോട്ടെ മാം. സിജിനിയാണ്. ഓഡിബിൾ ആണോ? അതെ, ഓഡിബിൾ ആണ്. മാമിന്റെ ദിൽഫന്റെ വോയിസ് ക്ലിയർ അല്ലാതെ കേൾക്കുന്നത്. കേൾക്കാമോ മാം? സിജിനിയാണ്. ഇപ്പൊ കേൾക്കാം. കേട്ടൂടെ? ഓഡിബിൾ ആണോ? യെസ്, പറഞ്ഞോ. ഓക്കെ, ഞാൻ സിജിനി. 2005 BSc പാസ് ഔട്ട് ആയത്. ട്രിവാൻഡ്രം ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻസിലായിരുന്നു. പിന്നെ സെന്റ് തെരേസസിൽ ജോയിൻ ചെയ്തു. 2007 MSc പാസ് ഔട്ട് ആണ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. പിന്നെ 7 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ക്ലിനിക്കൽ ഫീൽഡ് ഡയറ്റീഷ്യൻ ആയിട്ട്. പിന്നെ ആണോ? കേക്കാവോ? പിന്നെ അത് PhD ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നെറ്റ് പാസ് ആവണമെന്ന ഒരു താല്പര്യം. കുറച്ചു നാൾ എഴുതിയിരുന്നു, ആദ്യത്തെ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്ന സമയത്ത്. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും മാഡം. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നെറ്റ് മുമ്പ് പണ്ട് എഴുതിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഇപ്പൊ ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു നെറ്റ് PhDക്ക് അഡ്മിഷന് കിട്ടാനായിട്ട്. Okay, that's great. Okay. Okay, ma'am. Thank you. ഇനി ആരാണ്? സൂസൻ. Hello, am I audible, ma'am? Yes. Okay. My name is Susan. I'm from Ernakulam. I did my degree in nutrition and dietetics. It was from Maharaja College for Women in E Road. And PG, I did it from CMS College. Food Service Management and Dietetics was my subject. It was in 2019. Then now I'm working as a teacher in St. Peter's Senior Secondary School, Kadairpu. I'm taking home science currently. That is about me. So I want to do my research. I have done 2 or 3 times I've taken an attempt, but I couldn't make it. So this time I'm hoping to do. That's all. Okay, that's nice. Okay, home science teacher ആണല്ലേ? That's nice. Yeah. Okay. പക്ഷെ ഹോം സയൻസ് ഡിഗ്രിയിൽ സബ്ജക്റ്റ് ആയിട്ടില്ലായിരുന്നു അല്ലേ? No. Okay. No subject. Okay. So in this coaching, so that's all. Okay. Sumaya is not able to join us. I don't know what is wrong. Maybe it's because it's time ഇത്ര ആയതുകൊണ്ടായിരിക്കാം. I don't know. Because login ചെയ്തു, but she's not able to join. I don't know what is. I'll just keep the recording so that they will also be able to join us. Anybody knows Sumaya, which college she has studied or anything like that? ഷക്കീല, ദിൽഫ, സുമയ്യ ഞങ്ങൾ ഒരേ ബാച്ചിൽ പഠിച്ചതാണ്. അവൾക്ക് കയറാൻ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ. നിങ്ങൾ 3 പേരും ഒരു ബാച്ച് ആണോ?
അതെ കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്താ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ദാറ്റ്സ് നൈസ്. പി ജി സെയിം ബാച്ച്. ഡിഗ്രി ഞാൻ 10 വർഷം നേരത്തെ കഴിഞ്ഞതാ. ഡിഗ്രി ഞാനും സുമയും ഒരുമിച്ചായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ 3 പേർക്കും ഹോം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. PG ആണ്. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ന്യൂട്രീഷനിലുള്ളവരാണ്, ഇൻക്ലൂഡിങ് മീ, അല്ലെ? ഇവിടെ വേറെ ആരും FRM സയൻസ് വേറെ ആരും ഒരു ഇതിലും ഞാൻ കണ്ടില്ല. ഓക്കെ, ദാറ്റ്സ് നൈസ്. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങള് ഏകദേശം സെയിം ആണ്, കാരണം ഒരേപോലെ കാണിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു 2 പേർക്കാണ് ഈ ഗ്രൂപ്പിൽ ഹോം സയൻസ് ആയിട്ട് ബന്ധമില്ലാത്തത്. ഒന്ന് പക്ഷേ സൂസൻ ആക്ച്വലി ഹോം സയൻസ് ടീച്ചർ, അപ്പം ഹോം സയൻസ് ഏകദേശം ഒക്കെ അറിയാം. അനു ആണെന്ന് തോന്നുന്നു. സിജിനി മാം എവിടെയാ, ഹോം സയൻസ് ആയിരുന്നു ഡിഗ്രി? സെൻട്രീസ് അല്ല, വിമൻസ്, ഗവൺമെന്റ് വിമൻസ് അല്ലേ? അപ്പൊ ഹോം സയൻസ് ആയിരുന്നു. കേക്കാവോ? കേൾക്കുന്നുണ്ട്. ഹോം സയൻസ് ആയിരുന്നോ? വിമൻസ്, ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഹോം സയൻസ് അല്ലായിരുന്നോ? നമുക്കൊക്കെ കേൾക്കുന്നുണ്ട്, അവര് മാം കേൾക്കുന്നില്ല തോന്നുന്നുണ്ട്, സിജിനി മാം. ഓക്കെ 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 ഫൈൻ. അപ്പം എനിക്ക് തോന്നുന്നു അത് തന്നെ, ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഹോം സയൻസ് തന്നെയായിരിക്കും. അപ്പം അനു ആണ് ഹോം സയൻസ് ആയിട്ട് വലിയൊരു റിലേഷൻ ഇല്ലാത്തത് അനുവിനാണ്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇതിനകത്ത് ഓരോരോ പാർട്ടില് ഇപ്പൊ പലരാണെങ്കിലും കുറെ ഗ്യാപ്പ് ഒക്കെ വന്നവരാണ്. അപ്പൊ ഹോം സയൻസ് ഒരുപാട് എന്തായാലും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമുക്കറിയാം ഒത്തിരി നമ്മൾ ആ ഫീൽഡ് വിട്ടു പോകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി there will be lot of gap. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ടൈം വൈകി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റൂല, ജോയിൻ ചെയ്യാൻ പറ്റൂല? എനിക്കറിയില്ല, അങ്ങനെയാണോ തോന്നുന്നു. എന്താണ് അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കും അല്ലെ? ഡിഗ്രി ഹോം സയൻസ്. അതെ അതെ അതെ. പക്ഷെ ഞാൻ എല്ലാം മറന്നുപോയി. അതെ അതെ, ഒത്തിരി ഗ്യാപ്പ് വന്നല്ലോ അല്ലെ? ഓക്കെ, ഒരു ലക്ഷ്മിയും ജോയിൻ ചെയ്യാനുണ്ട്. കേക്കാം ഇപ്പൊ കേക്കാം. അതെ ഹോം സയൻസ്. ഇച്ചിരി ലാഗ് ഉണ്ടോ? അതെ അതെ ഹോം സയൻസ് ആയിരുന്നു. അവർക്ക് ലാഗ് ആയിട്ടാണ് കേൾക്കുന്നത് തോന്നുന്നുണ്ട്. ഇപ്പോഴാണല്ലോ ഒത്തിരി ലേറ്റ് ആയിട്ട് കേൾക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അതെ അതെ. ഒരു മിനിറ്റ്, ഞാൻ ലക്ഷ്മിക്കും മെസ്സേജ്. ലക്ഷ്മി ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്, കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞത്. അപ്പം ഞാനൊന്ന് പാസ്വേഡ് ഒക്കെ ഒന്ന് കൊടുക്കാം. ലക്ഷ്മിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലക്ഷ്മി ആക്ച്വലി ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. ലക്ഷ്മിനെ ഇപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിലോട്ട് കയറ്റിയത്. ഓക്കെ, സമയം എനിക്കറിയില്ല. അതിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് എനിക്ക് വലിയ ധാരണയില്ല. അതായത് ഇതൊരു ഞാനൊരു എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണ്, വിനിയോൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. കാരണം അതാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകള്, സ്കോർ കാർഡ്, അറ്റൻഡൻസ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവര് ഹാൻഡിൽ ചെയ്തോളും. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. സോ ഒരു ഡയറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് മാം അവളെ 7 മണിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ മുതലേ കിട്ടുന്നില്ല. ഒരു പിടിയില്ല എന്തായാലും അതിന്റെ എനിക്കറിയില്ല. ഞാൻ ആ വിനിയോൾ എന്ന സൈറ്റില് ആളുകളോട് ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ അത് ഓക്കെ ആകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത് ഇത്രയും പേരാണ്. സോ വി വിൽ അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ന്യൂ ജേർണി, ഒരു ന്യൂ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. സോ ഹിയർ വി ആർ ഓൾ സെറ്റ് ടു ബിഗിൻ അവർ ജേർണി വിത്ത് എ ബ്രാൻഡ് ന്യൂ ഗോൾ.
So we have to try really hard and work our way through. And we have to achieve it. Either in June or in December, we will achieve this. Okay. So that is what our aim should be. So our goals here, let me tell you. First of all, our goal here is understand the subject of home science. Home science and the subject in and out, you should be able to understand the subject. You need to have a liking for the subject. We are able to learn something only if you like it. So you first of all, you have to develop some liking towards the subjects. Then only you will be able to learn it with passion, with you should feel like doing it. So it should be done with it should not be done like, oh, I have no other way, so I have to do it. You have to like it, you have to love it in order so that you can learn it very easily. Okay, so you can learn the subject. So about home science, it is a very unique course because it brings a milieu of science, arts, and humanities. We know science, food science is purely science. Then fashion design or interior design is purely arts. Then humanities, the subject of extension, mass communication, journalism, all these comes under humanities. So it is a mix. It is a very unique course in which you have a combination of science, arts, and humanities. Okay. And the best part of home science is it is a semi-professional course. Unlike any other course, like for example, BSc Zoology, Botany, unlike any other, this is a semi-professional course. After home science, just degree itself, you can go for a trainee, dietitian trainee, etc. So it is a semi-professional course. Now, after PG, it is a post-graduation is actually a professional course. For just with the graduation, it is a semi-professional course. So we will be dealing with mostly graduate level questions, graduate level ideas for home science. Okay. Now, it orients the students to acquire comprehensive knowledge and skill in all areas related to human mind, body, and environment. So here you can see home science is a holistic subject. It is all about a family community science. Okay. It is a science of life and the art of living to achieve a decent, healthy, beautiful personal, family, and social bonding. So this subject is a very unique, it's very beautiful, and you should be able to love it in order to learn it very well. Okay. So what needs to be done? So what is our goal here in home scientists in this program? What are we expected to do? First of all, how are we going to learn this? The subject, I will be giving a lot of lectures, notes, then mock tests. We'll be discussing question papers, etc. So what should you be doing? Now you need to read the notes, write it and learn, then listen to the lectures. So reading, writing, listening. There are three senses involved, right? Three senses involved. Reading means you're using your eyes, writing means you're using your hands, and listening you're using your ears. Okay. So there is a theory of learning. These things are also important in our paper 1 of UGC NET, like about learning and teaching and things like that. So you involve more of your sense organs while you are doing a task, you will learn it better. For example, if you just read it, you won't be remembering everything. But if you read it and write it and listen to it, you will learn it more effectively. So you are involving 3 of your sense organs in this process. And then when you are, think about it, when you are actually even telling it out loud, speaking it out loud, you're reading it, writing it, listening, and you're speaking it out loud, then you will learn it even more because there are 4 senses involved. The more senses you involve in learning, the more you will be able to understand and learn it. Now the next is some portions need to be internalized and understood, and some others need to be memorized. So in the subject of home science, I told you it is a subject of arts and science, humanities, everything comes together here. So
there are certain terms. For example, then there is a subject called there is some subject like food and nutrition. There are subjects like benefits of cooking, the different methods of cooking, what are the advantages, disadvantages of cooking in certain methods. Such things can be understood very well. For example, if you say boiling is a method of cooking, okay, what are the advantages of boiling method? So we will understand that when you boil, that is when you boil some foods in 100 degrees Celsius water, when you're boiling it, a lot of all the microorganisms will die. So it is a very healthy thing. So that is like understanding. You understand the concept. Okay. In the same way, you will be asked a question. Who was the who proposed this theory, the trickle down theory, that where I had already shown a video about this, about in fashion there's a theory, trickle down theory, trickle across theory. So who was it? So this cannot be understood, this should be memorized. So for this you can write it down. It was the trickle down theory was proposed in 1889 by Thorstein Veblen. All these things can be written down and you can say it out loud many times. So when you're listening to it, you're reading it out, then you're saying it out loud, and when you're then writing it also down, so it will be easier for you to learn it. So these kind of methods can be used while we are learning. Different portions need different type of learning methods. Okay, so how will we achieve all this? Now we need to go step by step. So this I told you is a year-long process. Okay, so either you can set our goal, we'll either achieve it by June or in December. So by June, we'll be covering a lot of portions. I will be covering from different from all the different portions, like from extension education, from textile, from fashion, everywhere I'll be covering. So we might be able to, some of you might be able to crack the net in June itself. So we can do it when you do it step by step. So each day I'll be just covering just a half an hour class or something. Maybe once in 2 days or once in 3 days we'll be having classes. So you can go step by step. So we can't, it's impossible to learn everything at once. So we have to do it step by step. So we should be consistent. So one portion at a time, and it should be consistent every day or at least thrice a week. That is what I told you in the first orientation. At least thrice a week, you should find time to concentrate on this preparation, because you have set the goal that you are going to do this. So make sure that you will learn consistently every day or at least thrice a week. Anytime, three times a week, you have to make time for this and continuously learn this. Okay, and another very important part when you're attending live classes is you have to be very focused. You have to remove all types of distractions so that the lesson you should be focused on the lesson, and you should avoid opening other tabs or playing or doing anything else when you're in the class. You're all very grown-up people, I don't need to tell all this. Then when you're coming to the class, it's very good if you have a pen and paper so that you can write down notes, so that anything you want to remember, because I told you the more number of senses that you use, the better. So if you have a notebook, you can write down certain important points that you can recall afterwards. Okay, so this is all I would like to tell today. So the first class will be about home science itself, the subject of home science and its various branches. That will be the next class. So today's class is just about coming as a team, working together. So all of you, so three of you are already in the same batch. You're all batchmates. Then the rest, the other 4 of you can all join together and work as a team. So we will achieve it this time, and all of you can achieve this. There is no problem at all. It's very easy because we are all familiar with our subjects, etc. Even if there has been a gap, it's okay. Okay, so studying, motivating yourself, that's very important, because motivation first comes from within, grow from inside. So you should set the goal that this time you're going to achieve this, and it will be very easy for you.
Okay, so that's all about today's session. So it's a very informal session. Any doubts or queries, please ask. ഒരു 7 to 7:30 ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ ടൈം ഇത്രയായി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു എല്ലാരെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ മാത്രമായിരുന്നത്. അപ്പൊ 2 പേരെ നമുക്ക് കിട്ടി, 3 പേരെ ആക്ച്വലി കിട്ടിയില്ല. 2 പേർക്ക് കമ്മിങ് സൂൺ എന്നാണ് സുമയ്യക്ക് കാണാൻ പറ്റുന്നത്. ഈവൻ Lakshmi was also unable to join. I don't know what is wrong. I just ask. എനിക്ക് തോന്നുന്ന സമയത്തിന്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഒരു 6:58 ആ ഒരു ടൈമിലെങ്കിലും മാക്സിമം 7 മണിക്ക് മുമ്പേ ജോയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം എനിക്ക് തോന്നുന്നത് ടൈം പോയി കഴിഞ്ഞാലായിട്ട് ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. It's not easy to join. So any doubts? ഇനി സിലബസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോ ക്ലാസ്സിലായിട്ട് പറയാം അല്ലേ? അതെ അതെ, സിലബസ് ഞാൻ ഇതിനകത്തോട്ട് ഇടാം. കോഴ്സ് കണ്ടന്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു PDF ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് സിലബസ് അതിനകത്തുണ്ട്. 10 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. അത് അതിന്റെ സിലബസ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. NTA സൈറ്റിലുണ്ട്. പിന്നെ ഞാൻ അത് സൈറ്റിലെടുത്ത് അത് ഫോർമാറ്റ് ചെയ്തിട്ട് PDF ആയിട്ട് ഞാൻ അവിടെ സെൻഡ് ചെയ്യാം. എന്താ സിലബസും കാര്യങ്ങളും. പിന്നെ ക്ലാസ്സസ് ഞാൻ പറഞ്ഞല്ലോ, റാൻഡം ആയിട്ട് എല്ലാ സബ്ജക്ട്സിൽ നിന്നും ക്ലാസ്സസ് എടുക്കാം. അതായത് ആദ്യത്തെ എല്ലാത്തിന്റെയും ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫാഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഒരു ഡിഫറെന്റ് സബ്ജക്ട്, അതായത് ന്യൂട്രീഷൻ ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് തീരെ വലിയൊരു പിടിയില്ലാത്തൊരു വിഷയമാണ് ടെക്സ്റ്റൈലും ഫാഷനും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഇട്ടത്. അപ്പം ഫാഷന്റെ ഡെമോ ക്ലാസ് എല്ലാരും കണ്ടിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ അതിന് ആ ഒരു ചിലപ്പോ അങ്ങനെ ആകാം, പിന്നെ ലൈവ് ആകാം ക്ലാസ്സസ്. ഞാൻ അത് റെക്കോർഡഡ് ആയിരുന്നു. പക്ഷെ ലൈവ് ആണെങ്കിൽ കൂടുതൽ എനിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ലൈവ് ക്ലാസ്സസ് ആണ് കമ്പയർ ടു റെക്കോർഡഡ് ക്ലാസ്സസ്. ഓക്കെ, സോ ഐ തിങ്ക് വി വിൽ വൈൻഡ് അപ്പ്. ഓക്കെ, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വലിയ ടഫ് ഇല്ലാതെ നേടാൻ പറ്റും അല്ലേ? ഷുവർ ആയിട്ടും. എന്താ പറഞ്ഞ, ആഴ്ചയിൽ ഒരു 3 ദിവസം എങ്കിലും ഇതിനു വേണ്ടി ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നോക്കാം, അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കാം. പിന്നെ പ്രാക്ടീസ്, അതായത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഒരു 3 times a week നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി എന്തായാലും മെനക്കെടണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. എല്ലാ ആഴ്ചയിലും ഒരു 3 ദിവസം വെക്കുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ വെരി ഗുഡ്. ഞാൻ പറഞ്ഞ ഏറ്റവും മിനിമം ആണ് അറ്റ്ലീസ്റ്റ് 3 times a week. കാരണം നിങ്ങൾ പല ലൈക് ഡയറ്റീഷ്യൻ ഉണ്ട്, പിന്നെ അതേപോലെ ടീച്ചറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മാത്രമല്ല കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ അങ്ങനെ ഒരു പറഞ്ഞത്. മിനിമം എല്ലാവർക്കും പറ്റുന്ന രീതിയിലായിരിക്കണം ക്ലാസ് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് ഒക്കെ വെക്കുവാണെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഈസി ഫോർ എവറിബഡി. അപ്പൊ ഇന്നത്തെ തന്നെ എനിക്ക് എല്ലാവരും വരണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, എന്താണ് അതിന്റെ ടെക്നിക്കൽ സൈഡ് എന്ന് എനിക്ക് അറിയില്ല. ഈ വിന്യോൾ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണോ, ഇനി ഈ സമയം ഞാൻ പറഞ്ഞത് കൊണ്ടാണോ ഇത് വരാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല. എനിവേസ്, ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനത്തെ പ്രോബ്ലം ഇല്ലാണെന്ന് വിചാരിക്കുന്നു. ഐ വിൽ ജസ്റ്റ് കോൺടാക്ട് ദോസ് പീപ്പിൾ ആൻഡ് ലെറ്റ് യു നോ വാട്ട് ഈസ് ദ ഇഷ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ. Thank you. Thank you, ma'am. Thank you, ma'am.